പാട്ടിൽ നമ്മുടെ സിയാവും അങ്ങനെ അവൻ്റെ അമ്മ വന്നതും ആലോചിച്ച് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ്ട് അവരുടെ ടെറസിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ജിയാനും സീക്കും കൂടി കുറച്ച് ഡ്രിങ്ക്സും കുറച്ച് സ്വീറ്റ്സൊക്കെ എടുത്തുകൊണ്ടൊക്കെ വരികയാണ്. ഇവിടെ അവർ 3 പേര് അവിടെ ഇരുന്നിക്കാണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയണം. അതിൻ്റെ ഇടയിൽ വാൽനക്ഷത്രത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മരിച്ചു പോയവരുടെ ആത്മാക്കൾ വാൽനക്ഷത്രമായിട്ടാണ് വരുന്നത് എന്നൊക്കെ അവർ പറയാണ്. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ തവണ നമുക്ക് വാൽനക്ഷത്രം കാണാൻ പറ്റില്ല, അപ്പോൾ ഈ തവണ എന്തായാലും നമുക്ക് കാണണം എന്നൊക്കെ അവരിങ്ങനെ 3 പേര് പരസ്പരം പറയണം. അതിൻ്റെ ഇടയിൽ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ ജിയാൻ അവിടെ തന്നെ കടന്നങ്ങനെ ഉറങ്ങുകയാണ്. അപ്പോൾ സീക്കും സിയാവിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് നിൻ്റെ അമ്മ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ, അവരുടെ കൂടെ പോകാൻ താല്പര്യം ഉണ്ടോ എന്നൊക്കെ എന്നെ സിയാവിനോട് ചോദിക്കുക. അവൻ പറയണേ എനിക്കങ്ങനെ കുഴപ്പമില്ല, എനിക്ക് അവരുടെ കൂടെ പോകാൻ തീരെ താല്പര്യമില്ല എന്നൊക്കെ സിയാവ് പറയാണ്. ഇതൊക്കെ കണ്ട് നീ പഠിച്ചോ, ഇനി ഒരിക്കലും ഇതേപോലെ എൻ്റെ അമ്മ വരും, അപ്പം നീ അവരുടെ കൂടെ പോകുമെന്നൊക്കെ സിയാവ് ചോദിക്കുമ്പോൾ അവൻ പറയണില്ല, ഞാൻ ഒരിക്കലും അവരുടെ കൂടെ പോകില്ല, എന്നെ എന്തിനാണ് ഇവിടെ നിർത്തി ഒറ്റക്കാക്കി പോയത് എന്ന് ഞാൻ ചോദിക്കും. പിന്നെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അവർ വാങ്ങിച്ച പൈസ ഞാൻ തിരിച്ച് ചോദിക്കും ഒക്കെ പറയാണ് അവന്. അവരിങ്ങനെ സംസാരിച്ചോടെ ഇരിക്കുന്ന സമയത്താണ് ആകാശത്ത് അവരൊരു വാൽനക്ഷത്രം കാണുന്നത്. അപ്പോൾ കണ്ടേക്ക് ഇവർ 2 പേരും കൂടി ജിയാനെ വിളിച്ചിട്ട്, ജിയ വേഗം നീക്കുക, വാൽനക്ഷത്രം വരുമ്പോൾ പോകും, വേഗം നീക്കുകയെന്ന് പറയുമ്പോഴത്തേന് അവൾ വേഗം നീച്ചിട്ട് എവിടെയെന്ന് നോക്കുകയാണ്. അപ്പോൾ അവൾ കണ്ടിട്ട് അമ്മേ എന്താ ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ ഇവിടെ നിന്ന് വിളിച്ച് പറയണേ. അപ്പോൾ ഈ ആത്മാക്കൾ വാൽനക്ഷത്രമായി വരും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇവള് ഇങ്ങനെ പറയാണ്, അമ്മേ ഞാൻ എന്താ ഇവിടെയുണ്ട്, എനിക്ക് ഇവിടെ നല്ല സുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ സന്തോഷിച്ചിട്ട് ചാടി കളിക്കുകയാണ്. പിന്നീട് അടുത്ത ദിവസം രാത്രിയിൽ ഷിയാവോ ഇങ്ങനെ ഹോംവർക്ക് ചെയ്യാണ്. അവൻ മാത്രമല്ല അവൻ്റെ അടുത്തായിട്ട് അവൻ്റെ ആ ചെറിയ അനിയത്തി ഉണ്ടല്ലോ ഓറഞ്ച്, അവളുണ്ട്. അവർ 2 പേരും ഇങ്ങനെ ഹോംവർക്ക് ചെയ്യാണ്. ഈ ഓറഞ്ച് ഹോംവർക്ക് ചെയ്യുന്ന ഇടയിൽ ഇവനെ ഇങ്ങനെ നോക്കും, കുറച്ച് നേരം നോക്കും, പിന്നെയും വർക്ക് ചെയ്യും, പിന്നെ ഇങ്ങനെ കുറച്ച് നേരം നോക്കും, പിന്നെയും വർക്ക് ചെയ്യും. അതേപോലെ തന്നെ ഇവർ ഈ ചെയ്യുന്നു കണ്ടുകൊണ്ട് അപ്പുറത്തെ ടേബിളായിട്ട് ഇവരുടെ അമ്മ ചെന്നി ഇരിക്കുന്നുണ്ട്. ചെന്നു ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവളെ ഈ നോട്ടം കണ്ടിട്ട് സിയാവ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഹോംവർക്ക് ചെയ്യാത്ത, എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ബുക്ക് എടുത്തിട്ട് അവൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ചെയ്യേണ്ട ഇതങ്ങനെ വർക്കൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കണ ഇടയിലാണ് അവളെ കഴുത്തിൻ്റെ ബാക്കിലായിട്ട് ഒരു കറുത്തൊരു മറുക് മാതിരി കാണുന്നത്. അപ്പോൾ കണ്ട് അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ പറയാണ്, ആ പാട് പോയി അവിടെ തന്നെ ഉണ്ട്, മരിച്ചു പോയി നിന്നെ അനിയത്തി ചെഞ്ചുവിന് പോലും അതേപോലത്തെ ഒരു പാട് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അന്ന് ആ ചെഞ്ചു മരിച്ച ദിവസത്തെ കഥ ഇങ്ങനെ പറയാണ്. അന്ന് രാത്രി നല്ല മഴയായിരുന്നു. ഒരു ചെറിയ വീട്ടിലൊരു ചെറിയ ചെക്കനെ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് ബഹളം വെച്ചതും അതിനുള്ളിലൊരു ചെറിയ കുട്ടി ഉണ്ടായതൊക്കെ അന്ന് അവർ പറയാണ്. എനിക്കാണെങ്കിൽ ഇപ്പോഴും മഴ പെയ്യുന്നതും മഴ കാണുന്നതൊക്കെ പേടിയാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഈ സമയം ഇവരൊക്കെ പറഞ്ഞതും കേട്ടോണ്ട് ഇവരുടെ കുറച്ച് പുറകിലായിട്ട് ജിയാൻ ഇങ്ങനെ നോക്കി നിൽക്കണേ. അവളിങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ കയ്യിലൊരു വെജിറ്റബിൾ ഉണ്ടായിരുന്നു, അതിങ്ങനെ ധരിച്ചുകൊണ്ട് അവരെങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ നോക്കിക്കാണ്. അപ്പോൾ അവളുടെ ബാക്കിലായിട്ട് സീക്ക് വന്നിക്കാണ്, നീ എന്തെങ്കിലും കാട്ടുന്നതൊന്നും മതിയാക്കി അവരെ നോക്കി പിടിപ്പിക്കുന്നത് മതിയാക്കി അറിയുമ്പോൾ ജിയാൻ പറയണേ, അവരെന്തിനൊക്കെ ഇങ്ങോട്ട് വന്നത്, അവർക്ക് അവളുടെ മകളും കുട്ടികളും അവരുടെ വീട്ടിൽ പോയി പഠിച്ചിട്ട് വെറുതെ നമ്മുടെ ഷിയാവോൻ്റെ സമയം കളയാൻ വേണ്ടിയിട്ട് അവനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവളിങ്ങനെ ദേഷ്യപ്പെട്ട് പറയാണ്. സാരില്ല നീ ഇങ്ങോട്ട് പോരും എന്നൊക്കെ പറഞ്ഞിട്ട് സീക്കും അവളെ അവിടുന്ന് പിടിച്ചു കൊണ്ടുപോവാണ്. അടുത്ത ദിവസം നമ്മുടെ ജിയാൻ അവളുടെ സ്കൂളിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് അവളുടെ ഫ്രണ്ട് മിങ്കിയുണ്ട്. അവൾ വന്നിട്ട് നീ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നുമില്ല ഞാൻ വെറുതെ ഇരുന്നതാന്നൊക്കെ പറയാം. അപ്പോൾ മിങ്കി ഇങ്ങനെ അവളുടെ അടുത്ത് തന്നെ വന്നിട്ട് അവളോട് ഇങ്ങനെ നൈസായിട്ട് ചോദിക്കണം, എൻ്റെ ഏട്ടൻ ഷിക്കുവിൻ്റെ ബർത്ത്ഡേ എന്താണെന്ന് അറിയാവോ, ചേട്ടന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്താണെന്നൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറയുമ്പോൾ ജിയാനിങ്ങനെ ആലോചിച്ചിട്ട് അത് ഈ വരുന്ന ഫ്രൈഡേ ആണല്ലോ എന്ന് അവൾ പറയണം. അപ്പോൾ അത് കേട്ടിട്ട് മിങ്കി ദേഷ്യപ്പെട്ടിട്ട് അടുത്ത ആഴ്ച എന്നിട്ട് നീ ഇപ്പോഴാണ് പറയുന്നത്, നിനക്ക് ഇപ്പോഴും എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ എന്നാന്ന് ഓർമ്മയില്ലേ എന്ന് പറയുമ്പോൾ ജിയാൻ പറയണ, അല്ല എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ അല്ല, അതിൽ നീ അതിനിങ്ങനെ ദേഷ്യപ്പെടുന്നു, ഞാനല്ല ദേഷ്യപ്പെടേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയണം, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ചേട്ടന്മാരുടെ ബർത്ത്ഡേ എന്നാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ, അത് നീ മറന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത്, അല്ല നിന്റെ ചേട്ടന് ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്നൊക്കെ അവിടെ ചോദിച്ചിങ്ങനെ ഇവിടെ നിന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ ജിയാനും ഷിയാവോട് ഇക്കുവിന് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ ജിയാന് അവനോട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എൻ്റെ അനിയത്തിനെ കിട്ടിയപ്പോൾ എന്നെ ഒന്നും വേണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ ജലസായിട്ട് ഇങ്ങനെ അവനോട് പറയണം. അപ്പോൾ അവൻ പറയണം, അവൾ വന്നാലില്ലെങ്കിലൊക്കെ എപ്പോഴും നീയാണ് എൻ്റെ ബെസ്റ്റ് അനിയത്തി എന്നൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് നന്നായിട്ട് സോപ്പ് ഇട്ടിട്ട് അവർ പോവാണ്. എന്നിട്ട് നമ്മുടെ സീക്കുവിൻ്റെ ബർത്ത്ഡേ ദിവസമാണ് കാണിക്കുന്നത്. അന്ന് നമ്മുടെ ലീ കാര്യമായിട്ട് കിച്ചണിൽ പണിയിലാണ്, അന്ന് സ്പെഷ്യൽ ഉണ്ടാക്കണൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് സീക്ക് വന്നിട്ട് സീക്കും ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലീ പറയുന്നത് നിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ നീ ഇന്ന് കിച്ചണിലൊന്ന് കയറണമെന്ന് പറയുമ്പോൾ അവൻ പറയണം, അത് സാരല്ല ഞാനും അച്ഛനെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഓരോ സഹായിക്കുന്ന കൊടുത്തില്ല. അങ്ങോട്ടേക്ക് സിയാവോ വരികയാണ്. അപ്പോൾ സിയാവോ വരും സീക്കുവിൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ ഏപ്രിലും മാറ്റിയിട്ട് പറയണം, നീ അങ്ങോട്ട് പോകും, നിൻ്റെ ആൻറ്റി അവിടെ വന്നിട്ടുണ്ട്, ഞാൻ ആൻറ്റിനോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ
ജീക്ക് പറയുന്നുണ്ട് അവിടെ ജിയാൻ ഉണ്ടല്ലോ അവള് സംസാരിച്ചോളും, ഞാൻ എന്തിനാ അവിടേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് അവന് അവിടെ നിൽക്കുമ്പോൾ ലീ പറയാണ് ജീക്കു നീ ഒന്ന് അങ്ങോട്ട് പോ, അവര് നിന്റെ ബർത്ത്ഡേക്ക് വന്നതല്ല, അപ്പൊ നീ അവരോട് മിണ്ടാതെ നേരെ മോശമല്ലേ നീ അങ്ങോട്ട് പോകുന്നു പറഞ്ഞിട്ട് അവനെ പറഞ്ഞേക്കാണ്. അപ്പൊ അവനൊരു ചെറിയ പ്ലേറ്റിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ട് അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അവരുടെ അടുത്ത് ജിയാൻ ഞാനൊരു തടി കഷ്ണത്തുമ്പോൾ എന്തോ വർക്കൊക്കെ ചെയ്യായിരുന്നു. അപ്പോഴാണ് സീക്ക് ഒരു പ്ലേറ്റിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടും വരുന്നത്. അവൻ ആ ഫ്രൂട്ട്സിന്റെ പ്ലേറ്റ് അവിടെ മുമ്പ് വെച്ചേക്ക് ഇവളൊരു ചോപ്പ് സ്റ്റിക്ക് ഒക്കെ എടുത്ത് അത് കഴിക്കുമ്പോൾ സീക്ക് അവളെ തടിയാണ്, നീ എന്ത് ചെയ്യും, നിന്റെ കയ്യിലൊക്കെ അഴുക്കല്ലേ, നീ പോയി കൈ കഴുകിയിട്ട് വന്ന് കഴിക്കുന്ന പറയുമ്പോൾ അവൾ അവിടെ ഞാൻ ഈ ചോപ്പ് സ്റ്റിക്ക് വെച്ചല്ലേ കഴിക്കുന്നത്, അപ്പോൾ എൻ്റെ വായിലൊന്നും അഴുക്കൊന്നും ആവില്ല എന്ന് പറയുമ്പോൾ അവനെ അവളുടെ തലക്കിട്ടൊന്ന് കൊട്ടിയിട്ട് പറയാണ് നോക്ക് നിന്റെ ടേബിളിലോട്ടൊന്ന് നോക്ക്, ടേബിൾ മുഴുവൻ ആകെ വൃത്തികേടാക്കി വെച്ചേക്കണത് കഴിഞ്ഞിട്ട് നീ മര്യാദക്ക് ഇവിടെ ക്ലീൻ ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അവൻ്റെ ആൻറ്റി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി അവൻ്റെ കയ്യിലൊന്ന് കൊട്ടിയിട്ട് അവനെയും കൊണ്ട് അവൻ്റെ റൂമിലോട്ട് പോവുകയാണ്. എന്നിട്ട് റൂമിൽ കയറിയിട്ട് ആൻറ്റി വാതിൽ ലോക്ക് ചെയ്യുമ്പോൾ അവൻ ചോദിക്കണം എന്നിട്ട് ആൻറ്റി ആ ലോക്ക് ചെയ്യുന്നത് അവരൊക്കെ അവിടെ പുറത്തുള്ളതല്ലേ എന്ന് പറയുമ്പോൾ നീ മിണ്ടാതെ അവിടെ ഇരിക്കുന്നു പറയുമ്പോൾ അവനവിടെ മിണ്ടാതെ ഇരിക്കുകയാണ്. എന്നിട്ട് ആൻറ്റി പറഞ്ഞു നീ എന്താ ചെയ്യാനോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നീ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയണം അതിനെന്താ കുഴപ്പം, ഞാൻ അവരോട് നോർമലി സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിക്കുന്നത്, അതിനെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി പറയാണ് അവരവരുടെ കാരണം കൊണ്ടാണ് മോനെ, അവർ നിന്നെ ഇങ്ങനെ പഠിച്ച് വലുതാക്കിയതല്ല, നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല, നിന്റെ അമ്മ ജിയാൻ്റെ അച്ഛനെ പറ്റിച്ചിട്ട് അവരുടെ കാശും കൊണ്ട് പോയതാണ്, അവരാണ് ഇപ്പം നിന്നെ ഇങ്ങനെ ഒരു കുറവില്ലാതെ നിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കിയത്, എന്നിട്ട് നീ അവരോട് ഇങ്ങനെയൊക്കെ മോശമായിട്ട് ഇങ്ങനെ രീതിയിൽ സംസാരിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ അവനക്ക് ആ സങ്കടമായിക്കണം. അവനിങ്ങനെ തലയും താത്ത ഇങ്ങനെ ഇരിയുടെ ലിങ്ക് കേക്കും കൊണ്ട് വരുമ്പോൾ ലീ കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുണ്ട്. അപ്പോൾ ലിങ്ക് ചോദിക്കുന്നുണ്ട് എവിടെ സീക്ക് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ലീ പറയാണ് അവനും അവൻ്റെ ആൻറ്റിയും കൂടെ റൂമിൽ എന്തോ സംസാരിക്കുകയാണ്, നിങ്ങൾ കൈ കഴുകി ഇവിടെ ഇരിക്കും, നമുക്ക് ഭക്ഷണം കഴിക്കാം, ഞാൻ അവരെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ലീ അവരുടെ ഡോറിൽ നോക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അവർ സംസാരിക്കുന്നത് കേൾക്കുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് അയാൾക്ക് ആദ്യം ഒന്ന് സങ്കടമായെങ്കിലും പിന്നെ അത് മെയിൻ ചെയ്യാതെ നോക്ക് ചെയ്തിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വേഗം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. എന്നിട്ട് അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ബിയറൊക്കെ എടുത്തിട്ട് ചേർസ് ചെയ്തിട്ട് ഇത് ബർത്ത്ഡേ ബോയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുടിക്കുകയാണ്. എന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജിയാൻ പറയുന്നുണ്ട് എവിടെ വെച്ചാൽ നമ്മുടെ ജീക്കിനുള്ള പൈസ എവിടെ റെഡ് പാക്കറ്റ് എവിടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ ബഹളം വെക്കുമ്പോൾ ഞാൻ ഇപ്പോൾ തരാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു റെഡ് പാക്കറ്റ് എടുക്കുകയാണ്. അതിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അത് എന്നിട്ട് ജീക്കുവിൻ്റെ നേരെ നീട്ടുമ്പോൾ അവനത് വാങ്ങിച്ച് നോക്കാൻ നിൽക്കുമ്പോഴത്തേന് അപ്പോൾ തന്നെ ജിയ വന്നിക്കാണ്ട് അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് അതിങ്ങനെ തുറന്നിക്കാണ്ട് നോക്കണം, ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പോൾ അതിൽ 600 രൂപ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നോക്കിയിട്ട് ജിയാൻ പറഞ്ഞു ഇതിൽ 600 രൂപ ഉണ്ടല്ലോ, എനിക്ക് കഴിഞ്ഞ തവണ 500 രൂപ തന്നത്, അതുകൊണ്ട് എനിക്ക് എന്തായാലും പൈസ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ബഹളം വെക്കുമ്പോൾ അല്ലെങ്കിൽ പറയണം നിൻ്റെ ബർത്ത്ഡേ അടുത്ത മാസമല്ലേ, അപ്പോൾ അടുത്ത മാസം എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് സന്തോഷത്തോടെ. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് ബിയർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിയറിൻ്റെ എഫക്റ്റ് കൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകാണ്ട് ഇങ്ങനെ നാവ് കൊഞ്ഞ മട്ടിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് 2 മക്കളെയും അടുത്തേക്ക് വിളിക്കുന്നുണ്ട്, ജിയാവിനെയും ജീക്കുവിനും വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ 2 പേരും എൻ്റെ പൊന്നു മക്കളാണ്, നിങ്ങളാണ് എൻ്റെ ബെസ്റ്റ് മക്കൾ, എനിക്ക് ദൈവം ഒരാളെ തിന്നിട്ടുള്ളൂ എന്നെങ്കിലും നിങ്ങൾ 2 പേരും എൻ്റെ മക്കളായിക്കാണ് ഞാൻ വളർത്തിയത്, നിങ്ങളെ ഞാൻ ഒരു വ്യത്യാസവും കൂടാതെയാണ് നോക്കി വളർത്തുന്നത്, നിങ്ങൾ 3 പേരും എൻ്റെ സ്വന്തം മക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സെൻറ്റി അടിക്കുകയാണ്. എന്നിട്ട് സിയാവോട് നേരെ തിരിഞ്ഞാണ് പറയണത് എനിക്ക് അറിഞ്ഞ് 2-3 ദിവസമായി നീ ഉറങ്ങിയിട്ടെന്ന് അറിയാഞ്ഞിട്ട് എൻ്റെ സങ്കടമൊക്കെ ഈ അച്ഛനെ നന്നായിട്ട് അറിയാം, എല്ലാവരും പറയണം നീ എൻ്റെ ബയോളജിക്കലി മകനല്ല എന്നൊക്കെ പറയണം, പക്ഷെ നീ ബയോളജിക്കലായിട്ട് എൻ്റെ മകനല്ലെങ്കിൽ നിന്നെ ചെറുപ്പത്തിൽ എൻ്റെ കയ്യിൽ കിട്ടി അന്ന് തൊട്ട് ഇന്ന് വരെ നിന്നെ എൻ്റെ മകനായിട്ടാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞേക്കാണ്ട് സങ്കടപ്പെട്ടു. പിന്നീട് അദ്ദേഹം സീക്കുവിനെ നേരെ ചെന്നിട്ട് ഇതേപോലെ സീക്കുവിൻ്റെ അടുത്ത് സങ്കടപ്പെട്ടാണ്, എല്ലാവരും പറയുന്നത് നീ എൻ്റെ മകനല്ല എന്നൊക്കെ പറയുകയാണെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് തന്നെ അവൻ്റെ അടുത്ത് അടിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് പറയാണ്. എന്നിട്ട് അദ്ദേഹം ആ ബിയറൊക്കെ അടിച്ചതിൻ്റെ എഫക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ബോധം പോകുമ്പോൾ വരും 3 പേരും കൂടി അയാളെ തൂക്കി പിടിച്ചിട്ട് റൂമിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. അപ്പോൾ ഇയാളെ നോക്കിക്കൊണ്ട് സിയാവോയും ജിയാനും ഒക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ജിയാൻ പറയണേ എൻ്റെ അച്ഛന് എന്തോ അസുഖമുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ പാവാണെന്നൊക്കെ ഇങ്ങനെ അവൾ പറയുമ്പോൾ സിയാവ പറയണില്ല എൻ്റെ അച്ഛന് കുഴപ്പമില്ല, എൻ്റെ അച്ഛൻ ഓക്കെ ആണെന്നൊക്കെ പറയണം. എന്നിട്ട് സിയാവ അവളോട് ചോദിക്കുന്നുണ്ട് എനിക്ക് ചെഞ്ചുവിനോട്, അതായത് ആ ഓറഞ്ച് ആണെന്ന് പെൺകുട്ടി ഉണ്ടല്ലോ അവൻ്റെ അനിയത്തി, അവളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയണം അവളോട് മാത്രമല്ല നിൻ്റെ കുടുംബത്തിലുള്ള 3 പേരോട് അവർക്ക് ഭയങ്കര ദേഷ്യമാണ്, അവർക്കൊരു സ്ത്രീകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുറച്ചിങ്ങനെ അവനോട് ഹാഷായി പറയണം.
അപ്പോൾ അത് സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അവളുടെ കവളിലൊക്കെ പിടിച്ചുമ്പോൾ അവൾ ദേഷ്യപ്പെട്ട് കണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവളുടെ കൂടെ സിയാവോ കൂടി പോകുന്നുണ്ട്. അവർ പോയത് അറിഞ്ഞില്ലേ കണ്ണ് തുറന്നിക്കാണ്ട് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചാണ്. പണ്ട് സീക്കുവിനെ അവൻ്റെ അമ്മ പോയതിന് ശേഷം കുറച്ച് ദിവസം അവിടെ നിർത്തിയിട്ട് അവനെ അവൻ്റെ മുത്തശ്ശിയുടെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്. സിയാവോയും ജിയാനും ലിയും കൂടി അവനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ജിയാൻ ചോദിക്കുന്നുണ്ട്, ഇത്രയും ദൂരം നടക്കണം, നമ്മൾ എത്താനായാലും എന്ന് ചോദിക്കുമ്പോൾ ലീ പറയുന്നുണ്ട്, ആ കുറച്ചും കൂടി നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ചിട്ട് അവൾ ഒന്നും കൂടി മുമ്പോട്ട് നടക്കുന്ന സമയത്താണ് നമ്മുടെ സീക്ക് ഒരു വലിയൊരു കൊട്ട തൂക്കിക്കൊണ്ട് കയ്യിൽ സ്റ്റിക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ അവനെ കണ്ടേക്ക് ജിയാൻ സെക്കൻഡ് ബ്രദർ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. അവളുടെ പിന്നാലെ തന്നെ സിയാവോ കൂടി ഓടുന്നുണ്ട്. ജിയാന് അവനോട് പറയുന്ന, സെക്കൻഡ് ബ്രദർ, ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതായിരുന്നു എന്ന് പറയുമ്പോൾ ലീ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് സിക്കുവിൻ്റെ ഷോൾഡറിലുള്ള ആ വലിയൊരു കൊട്ട മാറ്റണം. അപ്പോൾ സിക്കുവിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അവൻ്റെ മുഖത്തൊക്കെ ഒരുപാട് ചളിയൊക്കെ ആയിട്ട് ആകെ ക്ഷീണിച്ച മട്ടിലായിട്ട് ലീക്ക് ഭയങ്കര സങ്കടം വരും. ലീ എന്നിട്ട് സീക്കുയുടെ മുഖത്തൊക്കെ നന്നായിട്ട് തടവി കൊടുക്കാനായിട്ട് അവനെയും കൊണ്ട് മുത്തശ്ശിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവൻ ചെറിയ കുട്ടികളെ നമ്മൾ ഈ പ്രായത്തിൽ പഠിപ്പിക്കാനേ വിടേണ്ടത്, എല്ലാവരും ജോലിക്ക് പറഞ്ഞേക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാണ്, എൻ്റെ കയ്യിൽ അവനെ പഠിപ്പിക്കാനുള്ള പൈസ ഒന്നുമില്ല, മാത്രമല്ല ഇന്നത്തെ കാലത്ത് കുട്ടികൾ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇവൻ്റെ അമ്മ ഇതേപോലെ തന്നെ ആയിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടിക്കാണ്ടാണ് അവൾ വലുതായത് തന്നെ. ഇതുമല്ല, അവൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇവിടെ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അവളുടെ ഭർത്താവ് പോലും സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും അവളോട് കുറേ അബോർഷൻ ചെയ്യാൻ പറഞ്ഞെങ്കിലും അവൾ അതൊന്നും സമ്മതിച്ചതുമില്ല. എന്നിട്ട് ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായി, കുട്ടീൻ്റെ കാര്യം നോക്കാനും വയ്യ, മാത്രമല്ല അവനെ പഠിപ്പിക്കാനുള്ള പൈസ ഇപ്പോൾ ഞങ്ങളുടെ അടുത്തില്ല എന്നൊക്കെ അവർ പറയുമ്പോൾ ഈ പറയാണ്, അവനെ എന്നാൽ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, എൻ്റെ കുട്ടികളെ നോക്കണ പോലെ തന്നെ അവനെ ഞാൻ പൊന്നെ പോലെ നോക്കിക്കോളാം, അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പൈസ ഒന്നും നിങ്ങൾ എടുക്കാണ്ട് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സമ്മതം വാങ്ങിക്കുകയാണ്. ലീക്ക് പിന്നെ ഇവരുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ലീനെ എല്ലാ കാര്യത്തിനും സഹായിക്കുകയാണ്. ഒരു ദിവസം ലീ രാത്രി എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകാൻ നിൽക്കുമ്പോൾ അതിൻ്റെ വാതിൽ തുറക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് ലീക്ക് തുണികളെ വാഷ് ചെയ്യുന്നത് കണ്ടത്. അത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായിട്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ വാതിലൊക്കെ അടിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം അവർ 4 പേരും കൂടി കൂട്ടത്തോടെ ഇന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സീക്ക് മാത്രം വെജിറ്റബിൾസ് മാത്രമേ കഴിക്കുന്നുള്ളൂ. ജിയാനും സിയാവും ഒക്കെ നോൺ വെജ് കഴിക്കുമ്പോൾ ഇവന് മാത്രം വെജിറ്റബിൾ കഴിക്കണോ കണ്ടിട്ട് ലീ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ നോൺ വെജ് കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണം, എനിക്ക് വേണ്ട അച്ഛാ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ലീ ചെറിയൊരു പീസ് എടുത്തിട്ട് അവൻ്റെ പ്ലേറ്റിലിട്ടിട്ട് പറയാണ്, ചെറിയ കുട്ടികളെ നിങ്ങളൊക്കെ ഇങ്ങനത്തെ നോൺ വെജ് കഴിച്ചാൽ നല്ല ആരോഗ്യം വെക്കുള്ളൂ, നിങ്ങൾ വലിയ കുട്ടികളാകുള്ളൂ എന്ന് പറയുമ്പോൾ അവനെ അത് കഴിച്ചിട്ട് താങ്ക് യു അച്ഛാന്ന് പറയുന്നത് അവൻ്റെ മുഖം നോക്കി ചിരിക്കുകയാണ്. പിന്നീട് സീക്കു ലീനെ ഹോട്ടലിൽ സഹായിക്കുകയാണ്. ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് കാണാനാണ് ഹോട്ടലിൽ സഹായിക്കുന്നത്. അപ്പോൾ ആ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീ ഉണ്ടാവും, ഈ ജിയാൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒപ്പമുള്ള കുറച്ച് സ്ത്രീകൾ. അവർ ഇവനെ നോക്കിയാണ് ഇങ്ങനെ കമൻറ്റ് അടിക്കുകയാണ്, നീ നന്നായിട്ട് അവിടെ ക്ലീൻ ചെയ്തോ ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് ഇവിടുന്ന് പറഞ്ഞയക്കും എന്നൊക്കെ പറയുമ്പോൾ അവൻ ആ സങ്കടപ്പെട്ടിട്ടാണ് അങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ലീ വന്ന് നിൽക്കാണ്ട് അവരോട് പറയണം, നിങ്ങൾ എന്ത് വർത്തനാ പറയുന്നത്, ഇവന് ചെറിയ കുട്ടികളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ എന്ന് ലീ ചോദിക്കുമ്പോൾ അവർ പറയണേ, ഞങ്ങളത് വെറുതെ തമാശക്ക് പറഞ്ഞതാണ്, അത് അവനോട് തമാശ എടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ അവർ പറയുമ്പോൾ ലീ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നതാണെങ്കിൽ ഭക്ഷണം കഴിച്ച് പോകുമോ അല്ലെങ്കിൽ ഇവിടുന്ന് എവിടേക്കെങ്കിലും പോകുമോ എന്ന് പറഞ്ഞിട്ട് ലീ സീക്കുവിനെ കൊണ്ടൊരു ഭാഗത്തേക്ക് മാറി നിൽക്കാനായിട്ട് സീക്കുവിനോട് പറയണം. അവനങ്ങനെ പറഞ്ഞു വെച്ചിട്ട് മോനത് കാര്യമാക്കാൻ നിൽക്കണ്ട, നീ എൻ്റെ സ്വന്തം മകനാണ്, ആരെങ്കിലും സ്വന്തം മകനെ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. ആലോചിച്ചുകൊണ്ട് ലീ അങ്ങനെ കിടക്കുകയാണ്. പിന്നീട് അന്ന് സീക്കു സ്കൂളിൽ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന സമയത്ത് അവൻ്റെ അടുത്തേക്ക് മിങ്കി വന്നിട്ട് അവനക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അവന് എനിക്കാണ് ഉദ്യോഗിക്കുമ്പോൾ നിനക്കാണ്, നീ തുറന്ന് നോക്കുമെന്ന് പറയുമ്പോൾ സീക്കു തുറന്ന് നോക്കണം. അപ്പോൾ അതിലൊരു വാച്ചായിരുന്നു. അപ്പോൾ ഈ വാച്ച് ഇത് എനിക്കുള്ള തന്നെയാണോ ചോദിച്ചാൽ, നിനക്കുള്ള, നീ അതൊന്ന് കെട്ടി കാണിച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാൻ, ഞാനിപ്പോൾ കളിക്കല്ലേ, ഞാൻ എൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കെട്ടിക്കോളും, അല്ലെങ്കിൽ ഇതിമ്മ അഴുക്കാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ബോക്സ് അവൻ്റെ ബാഗിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് അവൻ കളിക്കാൻ പോവുകയാണ്. എന്നിട്ട് അന്ന് ഇവരെല്ലാവരും കൂടി ക്യാൻറ്റീനിൽ ബുക്കൊക്കെ വായിച്ച് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മിങ്കു സിയാവോടെ കയ്യിൽ അവൾ സീക്കുവിന് കൊടുത്ത വാച്ച് കാണുന്നത്. അപ്പോൾ അവൾ ഇങ്ങനെ സീക്കുവിനെ തുറത്ത് നോക്കണം, പക്ഷെ അവനതൊന്നും കാണുന്നില്ല, അവൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളിലായിരുന്നു. പിന്നീട് ചെയ്യാൻ അവളുടെ വീട്ടിലിരുന്ന് ഒരു ആട്ടങ്ങനെ ചെയ്യായിരുന്നു. അപ്പോഴാണ് അവളുടെ വീടിൻ്റെ വാതിൽ കൊട്ടുന്ന ശബ്ദം കേട്ടത്. അപ്പോൾ അവൾ വാതിൽ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സിയാവോടെ ആ ചെറിയ സിസ്റ്റർ ഉണ്ടല്ലോ, ചെഞ്ചു, ഓറഞ്ച്,
ആ പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അവൾ സിയാനോട് ചോദിക്കുകയാണ്, എവിടെ എൻ്റെ ചേട്ടനെ എടുത്തു? എൻ്റെ ചേട്ടനെ ഞാൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നോക്കി, എവിടെയൊന്നും കാണുന്നില്ലല്ലോ, അവിടെ കണ്ടില്ലെങ്കിൽ ഇവിടെയാണ് ഉണ്ടാവാറ്, അപ്പോൾ ഇവിടെ ഉണ്ടോ എൻ്റെ ചേട്ടൻ, ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല എൻ്റെ ചേട്ടൻ എൻ്റെ പോക്കറ്റിലാണ് ഇരിക്കുന്നത്, ഇതൊന്നും എൻ്റെ ചേട്ടൻ്റെ, ഇനി പോവാൻ നോക്കുന്നൊക്കെ പറയുമ്പോൾ അവൾ പറയണം, എനിക്ക് എൻ്റെ ചേട്ടനെ കണ്ടേ പറ്റുമെന്ന് പറയുമ്പോൾ സിയ പുറത്തേക്ക് ചൂണ്ടിയിട്ട്, നീ അവിടെ എവിടെയെങ്കിലും ഇരുന്നോ, നീ എൻ്റെ ചേട്ടൻ വരുമ്പോൾ നിൻ്റെ ചേട്ടനെയും കൊണ്ട് പോയിക്കുമെന്ന് പറഞ്ഞ് അവൾ വാതിലെടുക്കാൻ നിൽക്കുമ്പോൾ അവൾ 100 രൂപ എടുത്ത് കാണിച്ചിട്ട് പറയാൻ, എൻ്റെ ചേട്ടനെ കാണിച്ച് തന്നാൽ ഞാൻ ഇത് തരാമെന്ന് പറയുമ്പോൾ, ഓ ശരിക്കും എന്ന് പറഞ്ഞിട്ട് അവളെ പൈസ വാങ്ങിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കണം, കള്ളനോട്ടാണ് അല്ല എന്നൊക്കെ നോക്കുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി അവളുടെ ചേട്ടൻ തപ്പിക്കാണ്ട് ഇങ്ങനെ ഒരുപാട് നടക്കുകയാണ്. അപ്പോൾ കുറേ ദൂരം നടന്നിട്ട് ഈ ചെഞ്ചു ചോദിക്കണം, നീ എന്നെ ശരിക്കും പറ്റിക്കുകയാണ്, നിനക്ക് എൻ്റെ ചേട്ടനെ എവിടെയാണെന്ന് ശരിക്കും അറിയാവോ, നീ എന്നെ പറ്റിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയണം, വേണമെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ മതി, ഞാനും നിൻ്റെ ചേട്ടൻ തപ്പി നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഇത് സ്റ്റെയർകേസിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ ചെഞ്ചു അവൾക്ക് എന്തോ ജിയക്ക് എന്തോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജിയ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഈ ചെഞ്ചു ഇറങ്ങിയതും ജിയൻ്റെ കാൽ തട്ടിക്കാണ്ട് ആ സ്റ്റെയറിൽ നിന്ന് താഴെ വീഴാണ്. കണ്ടിട്ട് ജിയ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്. ഇവിടേക്ക് സീക്കും സിയാവോ കൂടി ഓടി വരികയാണ്. എനിക്ക് ഓടി വന്നേക്ക് ഇവളുടെ കൈ പിടിച്ച് കാണണ്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. സിയാവോ എന്തോ ചോദിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് അവളുടെ റിലേറ്റീവ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രദറാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനെ അവിടുന്ന് പറഞ്ഞേക്കാണ്. എന്നിട്ട് സിയാവോടെ അമ്മ ചെന്ന് ജിയാനെ ഭയങ്കരമായിട്ട് ചീത്ത പറയണം. കൊച്ചല്ല, അവളെയും കൊണ്ടാണോ നീ റോഡൊക്കെ ചുറ്റാൻ പോയത്, നാടൊക്കെ കാണിക്കാൻ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ചീത്ത പറയണം. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, അവൾ ശരിക്കും എങ്ങനെ വീണതെന്നെങ്കിലും പറയുമെന്ന് ചോദിക്കുമ്പോൾ ജിയാൻ പറയണേ, എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിയില്ല എന്ന് പറയാണ്. അവരോടൊപ്പം അവിടെ ലീയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലീക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് കണ്ടിട്ട് സിയാവ് ലീനോട് പറയേണ്ട, അച്ഛൻ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ ശരി ഞാൻ ഭക്ഷണം കൊണ്ട് വരാമെന്ന് പറഞ്ഞേക്കാണ്ട് ലീ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ അവനോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് എനിക്ക് എൻ്റെ വലിയ ബിഗ് ബ്രദറിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ആ ചെഞ്ചു കരയാണ്. അപ്പോൾ അവളുടെ ശബ്ദം കേട്ടേക്ക് അവൾ വേഗം ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ സിക്ക് അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ ജിയ അവളുടെ വീടിൻ്റെ ടെറസിന് മുകളിൽ നിൽക്കാണ്ട് ഇങ്ങനെ റോട്ടിലോട്ട് നോക്കിയിട്ട് ഒരു കൊക്കക്കോളയും കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവളുടെ അടുത്തേക്ക് സിക്ക് വന്നിട്ട്, എനിക്ക് മിഠായി ഭയങ്കര ഇഷ്ടമല്ല, നീ ഇത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു മിഠായിയൊക്കെ കൊടുക്കുന്നുണ്ട്. അവളോട് പറയുന്നുണ്ട്, നീ ആ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട, അല്ലെങ്കിൽ അവൾ ചെറിയ കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് അതല്ല വിഷമം, ഞാൻ സിയാവോനെ കണ്ടിട്ട് ഇപ്പോൾ 4 ദിവസമായി, അവനൊന്ന് സ്കൂൾ വിട്ട ഹോസ്പിറ്റലിലേക്ക് പോകും, ഇതിൽ നേരെ അവന് സ്കൂൾക്ക് പോകും, അതുകൊണ്ട് എനിക്ക് അവനെ കാണാൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സങ്കടപ്പെട്ട് അങ്ങനെ റോഡിലോട്ട് നോക്കി അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.